ധാർമ്മികത പാലിക്കാതെ സ്വവർഗരീതിയിൽ ഏർപ്പെട്ട ഹമാസ് അംഗങ്ങളെ കാലപുരിക്കയച്ച നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഹമാസ് ഭീകരർ. സ്വവർഗാനുരാഗം ഗാസയിൽ നിയമവിരുദ്ധമാണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് തടവ് ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷയാണ് നൽകേണ്ടത്. ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 94 അംഗങ്ങളുടെ പട്ടികയാണ് ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു, നിയമപരമായ ബന്ധമില്ലാതെ പെൺകുട്ടികളുമായി സല്ലപിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ദൈവത്തെ ശപിച്ചു. ഇതൊക്കെ കൂടാതെ ഫേസ്ബുക്കിലൂടെ പ്രണയ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ ആരോപണങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സ്വന്തം അംഗങ്ങളെ വധിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഹമാസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇസ്രയേൽ തടവുകാരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സ്വവർഗാനുരാഗികളായ സ്വന്തം അംഗങ്ങളെ ഹമാസ് വധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവരെ ക്രൂരമായി ഉപദ്രവിച്ചതിനു ശേഷം വധിച്ചതായാണ് ഹമാസിന്റെ രഹസ്യ രേഖകൾ പുറത്തുവന്നതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 ഒക്ടോബറിലെ ആക്രമണത്തിനിടെ തടവിലാക്കിയ നിരവധി ഇസ്രയേലി പുരുഷന്മാരുണ്ടായിരുന്നു. ഈ ഇസ്രയേലി പുരുഷന്മാരെ അനേകം ഹമാസ് അംഗങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തങ്ങളുടെ ധാർമ്മികത മനസ്സിലാക്കാതെ, അത് പാലിക്കാതെ സ്വവർഗരീതിയിൽ ഏർപ്പെട്ട നിരവധി അംഗങ്ങളുടെ പട്ടിക ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതായും അതിന് കനത്ത വിലയാണ് അവർക്ക് നൽകേണ്ടി വന്നത് എന്നും ന്യൂയോർക്ക് പോസ്റ്റിന്റെ ഒരു റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. 2016 സ്വവർഗ അനുരാഗി എന്ന് ചൂണ്ടിക്കാട്ടിയ ഹമാസ് കമാൻഡർ മഹ്മൂദ് ഇഷ്ടവിയെ വധിച്ചിരുന്നു. 1 വർഷത്തോളം തടവിലാക്കി ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് ഹമാസ് ഇഷ്ടവിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സ്വവർഗാനുരാഗം ഹമാസ് ഭീകരർ ഒരിക്കലും അനുവദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാസയിൽ അത് നിയമവിരുദ്ധമാണ്. അങ്ങനെയുള്ള കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെ അതിക്രൂരമായി വേദനിപ്പിച്ച് അവരെ പീഡിപ്പിച്ചതിനു ശേഷം തന്നെയാണ് കാലപുരിക്ക് അയക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടി തന്നെ ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹമാസ് ബന്ദികളെ പുറം ലോകം കാണിക്കാത്തത് അവരുടെ ലൈംഗിക പേക്കൂത്തുകൾക്ക് ഉപയോഗിക്കാനായിരുന്നു എന്നാണ് നേരത്തെ പുറത്തുവന്ന ഒരു റിപ്പോർട്ടിലെ വിവരങ്ങൾ പറയുന്നത്. ഹമാസിന്റെ തടവറയിൽ ബന്ദികൾ അനുഭവിച്ച കഥകൾ പലപ്പോഴും ലോകം അറിഞ്ഞിട്ടുള്ളവയാണ്. എന്നാൽ ഗാസയിൽ തടവിലായിരിക്കെ 2 ഇസ്രയേലി കൗമാരക്കാരായ ബന്ദികൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരാവുകയും അവരെ ബന്ദികളാക്കിയവർ അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നും ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച ആരോഗ്യ മന്ത്രാലയ റിപ്പോർട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തട്ടിക്കൊണ്ടു പോകപ്പെട്ടവർ അവരിൽ ചിലർ കുട്ടികൾ, അവർ അനുഭവിച്ച ശാരീരികവും ലൈംഗികവും മാനസികവുമായ വേദനകളും അത് അവരിൽ ഉണ്ടാക്കിയ ശാശ്വതമായ പ്രത്യാഘാതങ്ങളും പട്ടികപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ടിൽ സാക്ഷ്യവും മറ്റ് നിരവധി ശല്യപ്പെടുത്തുന്ന വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. പീഡനത്തെക്കുറിച്ചും മറ്റ് ക്രൂരവും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റം അല്ലെങ്കിൽ ശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള യുഎന്നിന്റെ പ്രത്യേക റിപ്പോർട്ടറായ ആലിസ് എഡ്വേർഡിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 2023 നവംബറിലെ കരാർ പ്രകാരം മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ സാക്ഷ്യങ്ങളും ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തിയവരുടെയും സാക്ഷിമൊഴികളിൽ നിന്ന് സമാഹരിച്ച റിപ്പോർട്ടിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത് അവരെ ചുട്ടുകൊല്ലുകയും മർദ്ദിക്കുകയും പട്ടിണി കിടക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തുവെന്നും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പോലും എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് വിവരിക്കുന്നതാണ്. അവർ മോചിതരെ വളരെ കാലം കഴിഞ്ഞ് ബന്ദികളുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഔപചാരിക റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ച തീവ്രവാദികൾ അവരുടെ മുന്നിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാനും ജനനേന്ദ്രിയത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം, ഹമാസ് ഭീകരരിൽ പലരും അവർ ഇതുപോലെ സ്വവർഗ അനുരാഗികളാണ് എന്നുള്ളത് തന്നെയാണ്. സ്വവർഗ അനുരാഗ്യം ഗാസയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും ഹമാസ് ഭീകരരിൽ ഇത്തരത്തിൽ സ്വവർഗ അനുരാഗ പ്രേമികളായ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന്, ഈ അനുഭവങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് പുറത്തു വന്ന ബന്ദികൾ പറഞ്ഞ അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. 2 മുൻബന്ധികളും റിപ്പോർട്ട് ചെയ്തത് അവരെ ബന്ധനസ്ഥരാക്കി അവരെ തടവിലൊക്കെ മർദ്ദിച്ചു. ബന്ധനത്തിന്റെ അടയാളങ്ങൾ, പാടുകൾ, ട്രോമയുമായി പൊരുത്തപ്പെടുന്ന അടയാളങ്ങൾ ഇവ കണ്ടെത്തി എന്നതാണ്. 2 കൊച്ചുകുട്ടികൾക്ക് അവരുടെ താഴത്തെ കൈകാലുകളിൽ പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ചില ബന്ദികളെ ദിവസങ്ങളോളം ഇരുട്ടിലാക്കി എന്നും കൈകാലുകൾ ബന്ധിച്ചുവെന്നും അവർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. അവരുടെ ദേഹമാസകലം മർദ്ദനമേറ്റു, ചിലരുടെ മുടി പറിച്ചെടുത്തു. തിരിച്ചെത്തിയ ബന്ദികളിൽ ഒരാൾ ഒരു ഹമാസ് ഭീകരൻ തോക്കിൻ മുന്നിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായും വിവരിച്ചു. ഇങ്ങനെ നിരവധി അവസരങ്ങളിൽ ബന്ദികളാക്കിയവർ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ വസ്ത്രമഴിക്കാൻ നിർബന്ധിച്ചു. ബന്ദികളാക്കിയവർ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ചില സ്ത്രീകൾ പറഞ്ഞ വിവരങ്ങളുമുണ്ട്. ബന്ദികളാക്കിയവർ തുറച്ചു നോക്കുമ്പോൾ തങ്ങളെ കട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ചില സ്ത്രീകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ബന്ദികളാക്കപ്പെട്ടവരുടെ ലൈംഗിക അതിക്രമങ്ങൾ ഇത്തരത്തിൽ വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ മുൻപും പുറത്തുവിടുകയും അത് ഹമാസ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ഹമാസ് തന്നെ സ്വവർഗാനുരാഗികളായ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില അംഗങ്ങളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും അതുപോലെ അവരെ കാലപുരിക്ക് അയച്ചു, അവരെ കൊന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നത്.
ചില മുൻബന്ധികൾ പരസ്യമായി സംസാരിച്ചു. ഈ വർഷം ആദ്യം മോചിപ്പിക്കപ്പെട്ട ബന്ദിയായ അമിത് സുസാന പറഞ്ഞത് തന്നെ ബന്ദികളാക്കിയവരിൽ ഒരാളോട് ലൈംഗിക പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിത ആയത് എങ്ങനെ എന്നാണ്. ഇനി സ്വവർഗാനുരാഗം മാത്രമല്ല ഹമാസ് ഭീകരരിൽ നിന്നും ഉണ്ടായത്. 2 മാസത്തോളം നീണ്ട സമഗ്രമായ ഒരു അന്വേഷണത്തിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഹമാസ് സ്ത്രീകൾക്കെതിരെ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തി ക്രൂരത കാട്ടിയിരുന്നു എന്നതും പുറത്തു വന്നിരുന്നു. റേവ്, ഗാസ അതിർത്തിയിലെ സൈനിക താവളങ്ങൾ, കിബുൽസിം എന്നിവ ഉൾപ്പെടെ ഇസ്രയേലിലെ വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹമാസ് നടത്തിയ ആക്രമണം. ആക്രമണത്തിനിടെ 2 കുട്ടികളുടെ അമ്മയായ ഗാൽ അബ്ദുഷ് നേരിടേണ്ടി വന്ന ഹൃദയഭേദകമായ അനുഭവങ്ങൾ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. ഇവരുടെ അവസാന നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. അർദ്ധനഗ്നയായ നിലയിൽ റോഡിലായിരുന്നു അവരെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അവരുടെ മുഖം കത്തിച്ചു വികൃതമാക്കിയിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുകയോ ശാരീരികമായി വികൃതമാക്കുകയോ ചെയ്തു എന്ന് കരുതുന്ന കുറഞ്ഞ 7 കേസുകളെങ്കിലും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. സാക്ഷിമൊഴികൾ, വീഡിയോ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ, GPS വിവരങ്ങൾ എന്നിവയെല്ലാം വിരൽ ചൂണ്ടിയത് ഹമാസ് ലിംഗാധിഷ്ഠിതമായ ആക്രമണം നടത്തി എന്നതിലേക്കാണ്. ബലാത്സംഗം, അംഗഭംഗം, സ്ത്രീകൾക്കെതിരായ ക്രൂരത എന്നിവയുടെ ഭയാനകമായ ദൃശ്യങ്ങളാണ് സാക്ഷികളും വിവരിച്ചത്. അതിക്രമങ്ങളെ അതിജീവിച്ച് 24 വയസ്സുള്ള അക്കൗണ്ടന്റായ സാപ്പിർ, റേവ് പാർട്ടിയിൽ പങ്കെടുത്ത ഇസ്രയേലി യുവതി റാസ് കൊഹൈൻ എന്നിവരുടെ സാക്ഷിമൊഴികൾ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായി നൽകുന്നുണ്ട്. ഇതുകൂടാതെ ഒന്നിലധികം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതിന്റെ ഗ്രാഫിക്സ് വിവരങ്ങളും ആ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. ലൈംഗിക പീഡനം നടന്നതിന്റെ സൂചനകൾ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വിവിധയിടങ്ങളിൽ നിന്ന് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരും സൈനികരും നൽകിയിരുന്നു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഹീനമായ കുറ്റകൃത്യങ്ങളെ സാധൂകരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നു. ഹമാസ് വളഞ്ഞ കിബുൽസിൽ നിന്ന് കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന്റെ തുടകളിലും മറ്റും നഖങ്ങൾ ആഴ്ന്നിറങ്ങിയതിന്റെ പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസ് തങ്ങളുടെ അംഗങ്ങൾ, സ്വവർഗാനുരാഗികളായ തങ്ങളുടെ അംഗങ്ങളെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ പോലും സ്വവർഗാനുരാഗം മാത്രമല്ല, അവരിൽ പലരും അവരുടെ ലൈംഗിക തൃഷ്ണ തീർക്കാൻ വേണ്ടി ഈ ഒരു യുദ്ധത്തിൽ ബന്ദികളാക്കപ്പെട്ടവരെയും അവരുടെ ആ ഒരു യുദ്ധത്തിനിടയിൽ കണ്ട പല സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം ഉപയോഗിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും സ്വന്തം ടീമിലുള്ള, സ്വന്തം സംഘത്തിലുള്ള അംഗങ്ങളെ ഇത്തരത്തിൽ കാലപുരിക്ക് അയച്ചതിലൂടെ, നിയമവിരുദ്ധമായ ഒരു നടപടിയിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി കാലപുരിക്ക് അയച്ചതിലൂടെ ഹമാസ് ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നു. അതായത് സ്വവർഗാനുരാഗം എന്ന ആ സംഗതിയെ അതിനെങ്കിലും എതിർക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരം വസ്തുതകളാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.